ഓയ് ബാലു, ബാലു, വേഗം എഴുന്നേൽക്ക്. നീ എന്ത് ഭാഗ്യവാനടാ. അങ്ങോട്ട് നോക്കിയേ, ആകാശം തെളിഞ്ഞു, ശുദ്ധമായ തേന്മഴ പെയ്യുന്നു. മോന്റു, നീ എന്തായി ചെയ്തത്? എനിക്ക് ഭക്ഷണത്തോടുള്ള ഇഷ്ടം മുതലെടുത്ത് നീ എന്നെ കാക്കക്കാഷ്ടം കഴിപ്പിച്ചല്ലേ. ഇന്ന് നിന്റെ വാല് ഞാൻ മുറിച്ചില്ലെങ്കിൽ എന്റെ പേര് ബാലു എന്നല്ല. ഒരിക്കൽ ഒരു അത്ഭുതകരമായ മാന്ത്രിക വനമുണ്ടായിരുന്നു. ആ വനത്തിൽ മോണ്ടു എന്നു പേരുള്ള ഒരു വികൃതിക്കുരങ്ങനും ചോട്ടു എന്നു പേരുള്ള ഒരു പാവം മാനും ബാലു എന്നു പേരുള്ള ഒരു കരടിയും ചിങ്കി എന്നു പേരുള്ള നിറം മാറുന്ന ഒരു പക്ഷിയും താമസിച്ചിരുന്നു. ഇവർ 4 പേരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. എങ്കിലും മോണ്ടു കുരങ്ങന് ഒരു മോശം ശീലമുണ്ടായിരുന്നു. അവൻ വനത്തിലെ മൃഗങ്ങളോട് എപ്പോഴും അനാവശ്യമായി നുണ പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കുകയും പിന്നീട് ഏപ്രിൽ ഫൂൾ എന്ന് പറഞ്ഞ് അവരെ കളിയാക്കുകയും ചെയ്യുമായിരുന്നു. ഇതുമൂലം വനത്തിലെ മൃഗങ്ങളെല്ലാം പലപ്പോഴും വിഷമിക്കാറുണ്ടായിരുന്നു. ഓയ് ബാലു, ബാലു, വേഗം എഴുന്നേൽക്ക്. നീ എന്ത് ഭാഗ്യവാനടാ. അങ്ങോട്ട് നോക്കിയേ, ആകാശം തെളിഞ്ഞു, ശുദ്ധമായ തേന്മഴ പെയ്യുന്നു. നീ എത്ര വലിയ വായ തുറക്കുന്നുവോ അത്രയും തേൻ നിന്റെ വയറ്റിലെത്തും. വേഗം വായ തുറന്ന് പിടിക്കേ. ബാലു കരടിക്ക് തേൻ ജീവനായിരുന്നു. മോണ്ടു പറഞ്ഞത് കേട്ടതും ബാലു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. കണ്ണുകൾ തുറക്കാതെ തന്നെ വായ പരമാവധി വലുതായി തുറന്ന് ആകാശത്തേക്ക് നോക്കി നിന്നു. പക്ഷെ അവിടെ തേന്മഴ പോയിട്ട് അതേസമയം മരക്കൊമ്പിലിരുന്ന ഒരു കാക്കയുടെ കാഷ്ടം നേരെ ബാലുവിന്റെ വായിലേക്ക് വീണു. ഇത് കണ്ട് മോണ്ടു മരക്കൊമ്പിലിരുന്ന് കൈകൊട്ടി ചിരിക്കാൻ തുടങ്ങി. മോന്റു, നീ എന്തായി ചെയ്തത്? എനിക്ക് ഭക്ഷണത്തോടുള്ള ഇഷ്ടം മുതലെടുത്ത് നീ എന്നെ കാക്കക്കാഷ്ടം കഴിപ്പിച്ചല്ലേ. ഇന്ന് നിന്റെ വാല് ഞാൻ മുറിച്ചില്ലെങ്കിൽ എന്റെ പേര് ബാലു എന്നല്ല. നിന്നെ ഞാൻ വിടില്ല. ഇങ്ങോട്ട് വാടാ. എന്റെ വയറ് വേദനിക്കുന്നു ബാലു. നീ എന്റെ നുണയിൽ കുടുങ്ങിയല്ലോ. തേന്മഴയത്രേ. കാക്കയുടെ കാഷ്ടം എങ്ങനെയുണ്ടായിരുന്നു? നിന്റെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. ഈ വനത്തിൽ നുണ പറയുന്ന കാര്യത്തിൽ എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല. മോണ്ടുവിന്റെ പക്കൽ സംസാരിക്കുന്ന ഒരു രഹസ്യ മാന്ത്രിക കണ്ണാടി ഉണ്ടായിരുന്നു. മോണ്ടു എപ്പോൾ നുണ പറഞ്ഞാലും അത് ഉച്ചത്തിൽ വിളിച്ചു പറയുമായിരുന്നു, നുണ, നുണ. കണ്ണാടിയുടെ ഈ സ്വഭാവം മോണ്ടുവിന് ഇഷ്ടമായിരുന്നില്ല. ഒരു ദിവസം മോണ്ടു കണ്ണാടിയുടെ വായ പ്ലാസ്റ്റർ ഒട്ടി അടച്ചു. എന്നിട്ടതിനെ ഒരു പഴയ ചാക്കിലാക്കി തന്റെ ഗുഹയിൽ ഒളിപ്പിച്ചു. മോണ്ടു, നീ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. നീ വലിയൊരു നുണയനാണ്. ഈ നുണകൾ കാരണം നീ ഒരു ദിവസം വലിയ ആപത്തിൽപ്പെടും. കാലം നിന്നെ പഠിപ്പിക്കും. പിറ്റേന്ന് രാവിലെ വനത്തിലെ മൃഗങ്ങളെല്ലാം ഒരിടത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മോണ്ടു ദൂരത്തു നിന്ന് കിതച്ചുകൊണ്ടും പേടിച്ചു വിറയ്ക്കുന്നതായും അഭിനയിച്ച് ഓടിവന്നു. ഓടിക്കോ, ഓടിക്കോ, എല്ലാവരും ഓടിക്കോ. നമ്മുടെ വനത്തിൽ ഒരു ക്രൂരനായ സിംഹം വന്നിട്ടുണ്ട്. അവന്റെ കയ്യിൽ വലിയൊരു മാന്ത്രിക കോടാലിയുണ്ട്. കാണുന്ന മൃഗങ്ങളെയെല്ലാം അവൻ വെട്ടി കഷ്ണങ്ങളാക്കി തിന്നുകയാണ്. ജീവൻ വേണമെങ്കിൽ ഇപ്പോഴേ വനം വിട്ട് ഓടിക്കോ. മോണ്ടുവിന്റെ മുഖത്തെ പരിഭ്രമം കണ്ട് മൃഗങ്ങളെല്ലാം വിചാരിച്ചു ശരിക്കും സിംഹം വന്നുവെന്ന്. ആനകൾ കുട്ടികളെയും കൂട്ടി ഓടി, മാനുകൾ അങ്ങുമിങ്ങും ചാടി, പക്ഷികൾ ആകാശത്തേക്ക് പറന്നു. വനം മുഴുവൻ പരിഭ്രാന്തിയിലായി. മൃഗങ്ങളെല്ലാം മരങ്ങൾക്കും ഗുഹകൾക്കും പിന്നിൽ ഒളിച്ചു. പക്ഷെ കുറേ നേരമായിട്ടും സിംഹത്തെയോ കോടാലിയോ കണ്ടില്ല. അപ്പോൾ മോണ്ടു ഒരു വലിയ പാറയിലിരുന്ന് കാലാട്ടി ഉച്ചത്തിൽ ചിരിച്ചു. മോണ്ടു, എവിടെയാ സിംഹം? എവിടെയാ കോടാലി? നീ ഞങ്ങളെ വീണ്ടും പറ്റിച്ചതാണോ? ഓയ് ചോട്ടു, നീ ഓടുമ്പോൾ നിന്റെ കാലുകൾ വിറയ്ക്കുന്നത് കണ്ടായിരുന്നോ? ഞാൻ ചുമ്മാ മാലാഖ കളിച്ചതാ. നിങ്ങൾ ഇത്ര പാവങ്ങളായാൽ എങ്ങനെയാ?
ഞാൻ പറഞ്ഞ നുണ കേട്ട് നിങ്ങൾ ഒളിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല. എല്ലാ മൃഗങ്ങളും മോണ്ടുവിന്റെ ഈ പ്രവൃത്തിയിൽ മടുത്തുപോയി. അവന്റെ കുസൃതിയും നുണയും പരിധി വിടുകയാണെന്ന് അവർക്ക് മനസ്സിലായി. ലംബു എന്ന മറ്റൊരു കുരങ്ങൻ ദേഷ്യത്തോടെ മോണ്ടുവിന് നേരെ ഒരു ചീഞ്ഞ പഴമെറിഞ്ഞു. മോണ്ടു, നിന്റെ നുണ പറയുന്ന ശീലം കാരണം ഒരു ദിവസം എല്ലാവർക്കും നിന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അന്ന് നീ സത്യം പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല. പക്ഷെ മോണ്ടു അതൊന്നും കാര്യമാക്കിയില്ല. പിറ്റേന്ന് വൈകുന്നേരം കാലാവസ്ഥ വളരെ മനോഹരമായിരുന്നു. സുഹൃത്തുക്കളെല്ലാം വനത്തിന് നടുവിലുള്ള ചിന്താമണി മൈതാനത്ത് ഒരു മാന്ത്രിക തിളങ്ങുന്ന പന്തുകൊണ്ട് ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. ചോട്ടു പന്തെറിയുന്നു, മോണ്ടു ബാറ്റ് ചെയ്യുന്നു. ബാലുവായിരുന്നു വിക്കറ്റ് കീപ്പർ. ചോട്ടു, നല്ലൊരു പന്തെറി. ഇന്ന് ഈ മാന്ത്രിക പന്തിനെ ഞാൻ വനത്തിനപ്പുറത്തേക്ക് അടിച്ചു പറത്തും. ചോട്ടു പന്തെറിഞ്ഞു. മോണ്ടു സർവ്വശക്തിയും എടുത്ത് ബാറ്റ് വീശി. പന്ത് ടാക് എന്ന ശബ്ദത്തോടെ ആകാശത്തേക്കുയർന്ന് മൈതാനത്തിനടുത്തുള്ള ഇരുളടഞ്ഞ കറുത്ത പാറകളുടെ താഴ്വരയിൽ പോയി വീണു. അവിടെ പേടിപ്പെടുത്തുന്ന ജീവികളും മാന്ത്രിക രാക്ഷസന്മാരുമാണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് ആരും അവിടെ ഒറ്റയ്ക്ക് പോകാറില്ലായിരുന്നു. പക്ഷെ അമിത ആത്മവിശ്വാസത്തിൽ മോണ്ടു ആരോടും പറയാതെ അങ്ങോട്ടേക്ക് പോയി. ഓ, ഇവിടെന്ത് ഇരുട്ടാണ്. ഈ പാറകൾ എന്തിനാ ഇങ്ങനെ അനങ്ങുന്നത്? ഏതായാലും പന്തിരുട്ടി. പക്ഷേ പന്തിന് മുകളിൽ ഈ വലിയ നിഴൽ ആരുടേതാണ്? മോണ്ടു പന്തെടുക്കാൻ നോക്കിയതും ഒരു വലിയ കറുത്ത പാറയ്ക്ക് പിന്നിൽ നിന്ന് ഭീകരനായ ഒരു മാന്ത്രിക തേൽ പ്രത്യക്ഷപ്പെട്ടു. അതിന്റെ കണ്ണുകൾ കത്തുന്ന കനൽ പോലെ ചുവന്നിരുന്നു. വാൽത്തുമ്പിലെ കുടുക്കിൽ നിന്ന് പച്ച നിറത്തിലുള്ള വിഷം തുള്ളികളായി വീഴുന്നുണ്ടായിരുന്നു. അത് മോണ്ടുവിനെ നോക്കി ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി. അയ്യോ, ഇതെന്തൊരു രാക്ഷസത്തേൾ! ചോട്ടു, ബാലു, എന്നെ രക്ഷിക്കൂ! മോണ്ടു ഓടുന്നതിന് മുൻപേ ആ മാന്ത്രികത്തേൽ മിന്നൽ വേഗത്തിൽ വാല് വീശി മോണ്ടുവിന്റെ വലതു കൈയിൽ ആഞ്ഞുകുത്തി. ആ വിഷം ശരീരത്തിലേക്ക് പടരാൻ തുടങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ മോണ്ടുവിന്റെ കൈ പച്ച നിറമായി മാറി. അവന്റെ ശരീരം പാറ പോലെ ഉറയ്ക്കാൻ തുടങ്ങി. രക്ഷിക്കണേ അമ്മേ, ഞാൻ മരിക്കാൻ പോകുന്നേ! എന്നെ രക്ഷിക്കൂ! മാന്ത്രികത്തേൽ എന്നെ കുത്തി. എന്റെ ശരീരം മരവിക്കുന്നു. എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ഇത് സത്യമാണ്. ദൈവത്തെ ഓർത്തു പറയുകയാണ്, ഇത് നുണയല്ല. എന്നെ രക്ഷിക്കൂ! മൈതാനത്തുണ്ടായിരുന്ന മൃഗങ്ങൾ മോണ്ടുവിന്റെ കരച്ചിൽ കേട്ടു. പക്ഷെ അവരെല്ലാം ഒരിടത്ത് കൂടിയിരുന്ന് ചിരിക്കാൻ തുടങ്ങി. ലംബു പഴം തിന്നുകൊണ്ട് പറഞ്ഞു, വിട്ട് കളയടാ. ഇന്നലെയും സിംഹ എന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചതല്ലേ. ഇപ്പോ നമ്മളെ ഔട്ടാക്കാനോ പേടിപ്പിക്കാനോ ഉള്ള പുതിയ നാടകമാകും. ഇവന്റെ അഭിനയത്തിന് ഓസ്കർ കൊടുക്കണം. അതെ ലെമ്പു, നീ പറഞ്ഞത് ശരിയാ. അവൻ നമ്മളെ വീണ്ടും വിഡ്ഢികളാക്കുകയാണ്. ഇത്തവണ അവന്റെ വലയിൽ നമ്മൾ വീഴില്ല. ആരും പോകണ്ട. മോണ്ടു എപ്പോഴും നുണയല്ലേ പറയൂ എന്ന് കരുതി ആരും അത് ശ്രദ്ധിച്ചില്ല. മോണ്ടു വേദന കൊണ്ട് പുളഞ്ഞു. എങ്ങനെയൊക്കെയോ താഴ്വരയിൽ നിന്ന് ഇഴഞ്ഞു പുറത്തെത്തി. അവന്റെ കണ്ണുകൾ അടഞ്ഞു പോവുകയായിരുന്നു. മരത്തിലിരുന്ന ചിങ്കിപ്പക്ഷി അവന്റെ ദയനീയ അവസ്ഥ കണ്ടു. ചോട്ടു, ബാലു, വേഗം വരൂ. മോന്റെ അഭിനയിക്കുകയല്ല, അവന്റെ ജീവൻ അപകടത്തിലാണ്. നോക്കൂ, അവന്റെ ശരീരം കല്ലായി മാറുന്നു. ആ മാന്ത്രിക തേളിന്റെ വിഷം പടരുകയാണ്. അയ്യോ, ഇത് ശരിക്കും മാന്ത്രിക തേളിന്റെ വിഷമാണ്. 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഇവൻ വെറും കല്ലായി മാറും. നമുക്ക് ദേഷ്യം മറന്ന് ഇവനെ രക്ഷിക്കണം. അപ്പോഴേക്കും ആ ഭീമൻ തേൾ താഴ്വരയിൽ നിന്ന് പുറത്തുവന്ന് മൃഗങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. അത് പാറകൾ വായുവിലേക്കെറിഞ്ഞു. മൃഗങ്ങളെല്ലാം പേടിച്ചോടി. പക്ഷെ മോണ്ടുവിന്റെ യഥാർത്ഥ സുഹൃത്തുക്കൾ അവിടെ തന്നെ നിന്നു. ബാലു, വൈകിക്കണ്ട. മോണ്ടുവിനെ തോളിലേറ്റി വേഗം നടക്ക്. ചിങ്കി, നീ മുകളിൽ നിന്ന് തേലിന്റെ ശ്രദ്ധ തിരിക്ക്. ഞാൻ എന്റെ കൊമ്പുകൊണ്ട് ഇതിനെ ഇവിടെ തടയാം.
ചിങ്കി പക്ഷി തേളിന്റെ കണ്ണുകൾക്ക് മുന്നിൽ വേഗത്തിൽ പറന്ന് അതിന്റെ കാഴ്ച മറച്ചു. ചോട്ടുമാൻ തന്റെ കൊമ്പുകൾ കൊണ്ട് തേളിന്റെ കാലുകളിൽ ആഞ്ഞടിച്ചു. ഇതിനിടയിൽ ബാലുക്കരടി മോണ്ടുവിനെ തോളിലേറ്റി വനത്തിലെ വൈദ്യനായ ഗജ്ജു അപ്പൂപ്പന്റെ അടുത്തേക്ക് ഓടി. ബാലുവും ചോട്ടുവും ചിങ്കിയും ചേർന്ന് മോണ്ടുവിനെ വൈദ്യന്റെ അടുത്തെത്തിച്ചു. മോണ്ടുവിന്റെ പകുതി ശരീരം കല്ലായി മാറിയിരുന്നു. ഗജ്ജു അപ്പൂപ്പൻ തന്റെ തുമ്പിക്കൈ കൊണ്ട് പവിത്രമായ സഞ്ജീവനി തീർത്ഥം തളിച്ച് മന്ത്രങ്ങൾ ചൊല്ലി. മന്ത്രശക്തിയാൽ വിഷം കറുത്ത പുകയായി മോണ്ടുവിന്റെ വായിലൂടെ പുറത്തുവന്നു. കല്ലായ ശരീരം പഴയതുപോലെയായി. മോണ്ടു പതുക്കെ കണ്ണു തുറന്നു. അവന്റെ മുഖത്ത് കുറ്റബോധം നിഴലിച്ചു. മോണ്ടു, നിന്റെ ഈ സുഹൃത്തുക്കൾ കാരണമാണ് ഇന്ന് നിന്റെ ജീവൻ രക്ഷപ്പെട്ടത്. അവർ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് ആ തേളിനോട് പൊരുതിയത്. നിന്റെ നുണ പറയുന്ന ശീലം കാരണം ഇന്ന് നീ മരിച്ചുപോയേനെ. കാരണം ആരും നിന്നെ വിശ്വസിച്ചിരുന്നില്ല. എന്നെ ക്ഷമിക്കൂ ഗജ്ജു അപ്പൂപ്പൻ, എന്നെ ക്ഷമിക്കൂ കൂട്ടുകാരെ. നുണ പറയുന്ന ശീലം എത്ര അപകടമാണെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി. ഞാൻ എപ്പോഴും നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു, എന്നിട്ടും നിങ്ങൾ എൻ്റെ ജീവൻ രക്ഷിച്ചു. നിങ്ങളാണ് എൻ്റെ യഥാർത്ഥ സുഹൃത്തുക്കൾ. മോണ്ടു നന്നാകുന്നത് കണ്ട ഗജ്ജു അപ്പൂപ്പൻ പുഞ്ചിരിച്ചു. അപ്പോൾ ഗുഹയിൽ അടച്ചിട്ടിരുന്ന മാന്ത്രിക കണ്ണാടി മോണ്ടുവിന്റെ മനസ്സുമാറ്റമറിഞ്ഞ് പുറത്തു വരികയും അവിടെ എത്തുകയും ചെയ്തു. മോണ്ടുവിന്റെ സത്യസന്ധത കണ്ട് ഭാഗ്യം മോണ്ടു, നിനക്ക് ബുദ്ധി ഉദിച്ചല്ലോ. നുണ ഒരു നിമിഷത്തെ സന്തോഷം നൽകിയേക്കാം, പക്ഷേ അത് നമ്മുടെ അന്തസ്സും വിശ്വാസവും തകർക്കും. ഇനി മുതൽ സത്യസന്ധനായി ജീവിക്കൂ. അതെ കൂട്ടുകാരാ, എന്നോട് ക്ഷമിക്കൂ. ഇനി ഒരിക്കലും തമാശയ്ക്ക് പോലും ഞാൻ നുണ പറയില്ല. എൻ്റെ ശ്വാസം ഉള്ളിടത്തോളം ഞാൻ സത്യം മാത്രമേ പറയൂ. ഇതാണ് എൻ്റെ വാക്ക്. മാന്ത്രിക കണ്ണാടിയിൽ നിന്ന് ഒരു സ്വർണപ്രകാശം പുറത്തുവന്നു. മോണ്ടുവിന്റെ കയ്യിൽ മനോഹരമായ ഒരു സത്യകങ്കണം തെളിഞ്ഞു. ആ ദിവസത്തിനു ശേഷം മോണ്ടു കുസൃതികൾ അവസാനിപ്പിച്ചില്ലെങ്കിലും നുണ പറയുന്ന ശീലം എന്നേക്കുമായി ഉപേക്ഷിച്ചു. വനത്തിലെ എല്ലാ മൃഗങ്ങളും വീണ്ടും മോണ്ടുവിനെ വിശ്വസിച്ചു തുടങ്ങി. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ കഴിയാൻ തുടങ്ങി.